നമസ്കാരം. പ്രധാന വാർത്തകൾ. പണത്തിന്റെ കാര്യത്തിൽ സുതാര്യത വേണമെന്ന് പറയുന്നതിൽ തെറ്റെന്താണ്? അടൂരിനെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി. ചെങ്കോട്ടയിൽ അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ്. 17,000 കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസ് ചോദ്യം ചെയ്യലിനായി അനിൽ അംബാനി ഇഡിക്ക് മുന്നിൽ. നിർമ്മാതാക്കളുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയിലേക്ക്. അന്യഗ്രഹ ജീവികൾ ഉടൻ ഭൂമിയിലെത്തും. 2026 ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങളുമായി ബാബ വങ്ക. വാർത്തകൾ വിശദമാകുന്നു. ഉത്തരകാശിയിൽ മിന്നൽ പ്രളയം, ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്ത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം മൂലമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടം. ധരാലി ഗ്രാമത്തിൽ 4 പേർ മരിച്ചു. 50 പേരെ കാണാനില്ല. മണ്ണിനും ചെളിക്കുമിടയിൽ കൂടുതൽ പേർ പെട്ടിട്ടുണ്ടെന്ന് ആശങ്കയുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതി ഗ്ലോബൽ ഇന്നലെ അന്തരിച്ച പ്രിയ നടൻ ഷാനവാസിന്റെ അനുശോചന യോഗം UAE-യിൽ സംഘടിപ്പിച്ചു. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും 12 മണിയോടെ അന്തരിച്ചു. മലയാളം, തമിഴ് ഭാഷകളിലായി 96 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലെത്തുന്നത്. ഗ്ലോബൽ ചെയർമാൻ ഷാജി പുഷ്പാങ്കദൻ, ഗ്ലോബൽ സെക്രട്ടറി KK നാസർ, ട്രഷറർ ജെഫ്രി ബാരി, പ്രസിഡന്റ് നസീർ പെരുമ്പാവൂർ എന്നിവർ സംബന്ധിച്ചു. ഇനി യാത്ര പറക്കും. ദുബായ് അബുദാബി വെറും 30 മിനിറ്റിൽ. പരീക്ഷണ പറക്കലുകൾ പൂർത്തിയായി. ആകാശയാത്രാ സ്വപ്നം ഉടൻ. ദുബായിയുടെ ആകാശയാത്രാ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നു. 2026ഓടെയാണ് വൈദ്യുത എയർ ടാക്സി ദുബായിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. ഇതോടെ വൈദ്യുത എയർ ടാക്സി ലോകത്ത് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ സേവനം ആരംഭിക്കുന്ന നഗരമായി ദുബായ് മാറും. ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajman.